ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമുക്ക് ഇംഗ്ലീഷാണ് എക്സാം, ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓക്കെ, രാഹുൽസ് ഫാമിലി വെൻറ്റ് ടു ദ ബീച്ച് ഓൺ എ സണ്ണി ഡേ. അപ്പോൾ സണ്ണി ഡേ എന്താണ്, രാഹുലിൻ്റെ ഫാമിലി ബീച്ചിലേക്ക് പോയി. ദേ പാക്ക്ഡ് സാൻഡ്വിച്ചസ്, ഫ്രൂട്ട്സ് ആൻഡ് വാട്ടർ ഇൻ എ ബിഗ് ബാസ്ക്കറ്റ്. അപ്പോൾ ഒരു വലിയൊരു ബാസ്ക്കറ്റിൽ സാൻഡ്വിച്ചസും ഫ്രൂട്ട്സും വാട്ടറും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെൻ ദേ റീച്ച്ഡ് ദ ബീച്ച്, രാഹുൽ വാസ് എക്സൈറ്റഡ് ടു സീ ദ ബിഗ് വേവ്സ്. ഹി റാൻ ടു ദ വാട്ടേഴ്സ് എഡ്ജ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദ വേവ്സ്. അപ്പോൾ എന്താണ്, ബീച്ചിലേക്ക് എത്തിയപ്പോൾ എന്താ, വലിയ വലിയ തിരമാലകൾ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ എക്സൈറ്റഡ് ആയി. രാഹുൽ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കളിക്കുകയാണ്. രാഹുൽ സിസ്റ്റർ റിയ ബിൽറ്റ് എ ബിഗ് സാൻഡ് കാസ്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ പാരൻസ്. അപ്പോൾ രാഹുലിൻ്റെ സിസ്റ്ററായിട്ടുള്ള റിയ എന്ത് ചെയ്യാണ്, പാരൻസിൻ്റെ സഹായത്തോടു കൂടി ഒരു വലിയ സാൻഡ് കാസ്റ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഹെൽപ്പ് ദം കളക്ട് സീ ഷെൽസ് ടു ഡെക്കറേറ്റ് ദ കാസ്റ്റൽ. ആഫ്റ്റർ while they all sat under a big umbrella and ate their lunch. അപ്പോൾ എന്താണ്, അപ്പോൾ രാഹുൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീഷൽസൊക്കെ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ കൂടി എന്ത് ചെയ്തു, ഒരു വലിയ അമ്പർലയുടെ ചോട്ടിലിരുന്നിട്ട് ഫുഡ് കഴിച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വേർ ഡിഡ് രാഹുൽസ് ഫാമിലി ഗോ ഓൺ എ സണ്ണി ഡേ. സണ്ണി ഡേ രാഹുലിൻ്റെ ഫാമിലി എങ്ങോട്ടേക്കാണ് പോയത്? എങ്ങണ്ടാ, രാഹുൽസ് ഫാമിലി വെൻ ടു ദ ബീച്ച്. എങ്ങണ്ടാ പോയി, ബീച്ചിലേക്കാണ് പോയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ പാക്ക് ഇൻ ദ ബാസ്ക്കറ്റ്. അപ്പോൾ ബാസ്ക്കറ്റിൽ അവർ പാക്ക് ചെയ്തത് എന്തൊക്കെയാണ്? ദേ പാക്ക്ഡ് സാൻഡ്വിച്ചസ്, ഫ്രൂട്ട്സ് ആൻഡ് വാട്ടർ. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് റിയ ബിൽഡ് ഓൺ ദ ബീച്ച്. അപ്പോൾ എന്താണ് റിയ ബീച്ചിൽ ഉണ്ടാക്കിയത്? റിയ ബിൽഡ് എ ബിഗ് സാൻഡ് കാസ്റ്റൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് രാഹുൽ കളക്ട് ടു ഡെക്കറേറ്റ് ദി സാൻഡ് കാസ്റ്റൽ. ഈ സാൻഡ് കാസ്റ്റൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി രാഹുൽ എന്താണ് കളക്ട് ചെയ്തത്? എന്താണ്, സീഷൽസ് ആണ്. രാഹുൽ കളക്റ്റഡ് സീഷൽസ്. വാട്ട് ഡിഡ് ദേ സിറ്റ് ആൻഡ് ഈറ്റ് ദെയർ ലഞ്ച്. അപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് അവരവരുടെ ലഞ്ച് കഴിച്ചത്? ദേ സാറ്റ് അണ്ടർ എ ബിഗ് അംബ്രല്ല ടു ഈറ്റ് ദെയർ ലഞ്ച്. അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ ആക്ടിവിറ്റി 2, ന്യൂസ് റിപ്പോർട്ട്. ദ എക്കോ ക്ലബ് ഇൻ ABC സ്കൂൾ പ്ലാന്റഡ് സാപ്ലിംഗ് ഓൺ ദ സ്കൂൾ premises and distributed sapling to the students on World Environment Day. A rally was also held to make the people aware of the need to conserve water. The program was inaugurated by the headmaster. Prepare a news report. അപ്പോൾ എന്താണ്, ABC സ്കൂളിൽ എക്കോ ക്ലബ് എന്ത് ചെയ്തു, ഈ സാപ്ലിങ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യുക സ്കൂൾ പ്രമിസസിലും, അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ തീരുമാനിച്ചു. എന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ. മാത്രമല്ല വെള്ളത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഒരു റാലിയും കൂടി സംഘടിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്? ഹെഡ് മാസ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അറ്റ് ABC സ്കൂൾ എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. തന്നിരിക്കുന്ന സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. ദെൻ കണ്ണൂർ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതി. 22 November 2024 ABC സ്കൂൾ സെലിബ്രേറ്റഡ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ മുരൽ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്കൂൾ എക്കോ ക്ലബ്. അപ്പോൾ എന്താണ് പറയുകയാണ്, ABC സ്കൂളിൽ എന്ത് ചെയ്തു, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആഘോഷിച്ചു. മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു.
ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ഹെഡ് മാസ്റ്ററാണ്. എക്കോ ക്ലബിൻ്റെ ലീഡർഷിപ്പിലാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ദി സ്റ്റുഡൻസ് ഓഫ് എക്കോ ക്ലബ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിംഗ് ടു ദ സ്റ്റുഡൻസ്. റാലി വാസ് ഓൾസോ ഹെൽപ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ എന്താണ് ഈ എക്കോ ക്ലബ്ബ് സ്റ്റുഡൻസിനൊക്കെ എന്താ സാപ്ലിങ്സ് വിതരണം ചെയ്തു. അതുമാത്രമല്ല ഈ വെള്ളത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റാലി കൂടെ അവർ കണ്ടക്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 ഡയറി എൻട്രി. അപ്പോൾ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണ്. മൈക്കിൾസ് ടീം വോൺ ദ ഗെയിം. അപ്പോൾ ആരാണ് ജയിച്ചത്? മൈക്കിളിൻ്റെ ടീമാണ് ജയിച്ചത്. ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ എന്താ മൈക്കിളിന് വളരെയധികം സന്തോഷമായി. ഹി റോട്ട് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. അപ്പോൾ ഈ ഫീലിങ്സ് എന്താ ഡയറിയിൽ ഏതാണ്? വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി? റൈറ്റ് എ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ എന്തായിരിക്കും ആ ഡയറി എൻട്രി? അത് എഴുതാനാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ബോക്സിൽ എഴുതിയിട്ട് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഡേറ്റ് കൊടുത്തു, ഒരു ഡേ കൊടുക്കാം. ആ ഡയറി അത് വേണമെങ്കിൽ എഴുതിയാൽ മതി, നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ബിക്കോസ് മൈ ടീം വോൺ ദ ഗെയിം. അപ്പോൾ ഇന്നെന്താണ്? ഇന്നൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, കാരണം ഇന്ന് എൻ്റെ ടീം ജയിച്ചു. ഐ ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, അതിൽ കൂടുതൽ എനിക്ക് അഭിമാനവുമുണ്ട്. I worked hard and I even scored points. ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, മാത്രമല്ല ഞാൻ കുറച്ച് പോയിൻറ്റ്സും കൂടെ സ്കോർ ചെയ്തിട്ടുണ്ട്. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് were there and they cheered for me. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ ചിയർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫെൽ അമേസിങ് ടു ഹിയർ ദം. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. അപ്പോൾ എനിക്ക് എന്താണ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു play again. I hope we can win more games together as a team. Good night. അപ്പോൾ എന്താണ്? അപ്പോൾ ഇനിയും ഒരു ടീമായിട്ട് ഇനിയും ഒരുപാട് ഗെയിംസ് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നിട്ട് ഡയറിനോട് ഒരു ഗുഡ് നൈറ്റ് പറയുന്ന പോലെ അതങ്ങനെ അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഇതിൽ അനൗൺസ്മെൻ്റ് ആണ്. നോക്കാം. The Nature Club of your school has decided to conduct a seminar on the problem of pollution. Prepare a script for announcement in the morning assembly. അപ്പോൾ മോർണിംഗ് അസംബ്ലിയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെമിനാർ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മോർണിംഗ് അസംബ്ലിയിൽ പറയാൻ പറ്റിയ ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. അപ്പോൾ എന്താണ് എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയണം. എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കൂ. ദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് ഫ്രം ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബിൽ നിന്ന് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. വി ഷാൾ ബി കണ്ടക്ടിങ് എ സെമിനാർ ദിസ് വീക്ക് ഓൺ ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. അപ്പോൾ ഈ വീക്ക് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ ആണ്. വി ഓൾ നോ ദാറ്റ് പൊല്യൂഷൻ അഫക്ട്സ് അവർ എൻവയോൺമെൻറ്റ് ഇൻ സോ മെനി വേയ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ എൻവയോൺമെൻറ്റിനെ പല തരത്തിൽ ബാധിക്കുന്നുണ്ട്. ദിസ് സെമിനാർ ഈസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പൊല്യൂഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് വേസ് ടു റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുത്താൽ എന്താണ്? പൊല്യൂഷനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ അത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയാനും ഒക്കെ പറ്റും. എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ജോയിൻ us on Friday and make the seminar a great success through your timely attendance and active participation. അപ്പോൾ എന്താണ്? എല്ലാവരെയും ഈ സെമിനാറിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വരണം, എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും വേണം എന്ന് പറഞ്ഞിട്ട് അതവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 is our last activity in this question paper, and activity 4 is editing. Okay, edit the following passage. അപ്പോൾ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ചില വേർഡ്സിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. He picked up his brush again working hard. അപ്പോൾ അവിടെ എന്താ? ബ്രഷ് സ്പെല്ലിങ് തെറ്റാണ്, BRUSH ആണ്. ഓക്കെ, Ben Rogers is coming
down the street. അവിടെ എന്താ coming down, is coming എന്നല്ല വരിക, എന്താണ് വരിക, പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ was ആണ് വരിക, ടെൻസിൻ്റെ പ്രശ്നമാണ്. was is coming down the street. ടോം pretended. അവിടെ ടോമിൻ്റെ എന്താണ് ഫുൾ സ്റ്റോപ്പ്. അവിടെ ടോം എന്ന് പറയുന്നത് ഒരു നെയിമാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എ ക്യാപിറ്റൽ ലെറ്റർ. ടോം ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ടോം pretended not to see him. He worked harder than ever. Ben was eating an apple. ഇവിടെ എന്താണ് എ ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്നത് എ എന്താണ് വവ്വൽസ് ആണ്, വവ്വൽസിൽ പെട്ടതാണ്. അപ്പോൾ എ അല്ല വരിക, അവിടെ എന്താ വരിക, ആൻ ആണ് വരിക. An apple. He looked very happy. He was pretending that he was a big ship and was rolling like one. He gave orders to a loud voice. അല്ല, അവിടെ എന്താ പറയുക, orders in a loud voice and the ship obeyed them. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.